ധേനുകാസുരനെ മാത്രമേ ഉള്ളൂ ഭഗവാൻ കൊല്ലാത്ത എന്നുള്ളതാണ്. എന്നിട്ട് ആ ധേനുകാസുരനെ കൊല്ലാൻ വേണ്ടിയിട്ട് ബലഭദ്രൻ ആംഗ്യം കാണിച്ചു കൊടുക്കുന്നു. എന്നിട്ട് ഭയങ്കരമായിട്ടുള്ള യുദ്ധം നടക്കുന്നു. യുദ്ധം നടന്നിട്ട് ബലഭദ്രൻ എന്ത് ചെയ്തു? ആ ധേനുകാസുരനെ കൊല്ലുന്നു. കൊന്നു കഴിഞ്ഞിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ധേനുകാസുരന്റെ കൂട്ടുകാരും പിന്നെ ബന്ധുക്കളും ഒക്കെ ഉണ്ടല്ലോ, അവരെല്ലാവരും ഇങ്ങനെ യുദ്ധത്തിനായിട്ട് വരുന്നു. യുദ്ധത്തിനായിട്ട് വന്നിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവരുടെ മുന്നിലെ ബലഭദ്രന്റെ മുന്നിൽ പൂന്നൊന്ന് ഊതിയ പോരായോ, എന്നിട്ട് അവരെല്ലാവരും പേടിച്ച് അരണ്ട് ഓടുന്നു. അങ്ങനെ അന്നത്തെ ദിവസം ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ കുട്ടികള് ആ വനത്തിൽ തന്നെയായിരുന്നു. എന്നിട്ടാണ് ഇഷ്ടംപോലെ പനമ്പഴം എല്ലാം കൂടെ തിന്ന് വളരെ ആനന്ദത്തോടുകൂടി അവര് അന്നത്തെ ദിവസം പശുവൊക്കെ മേയിച്ച് തിരിച്ച് വീട്ടിൽ ചെല്ലുന്ന ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ധേനുകാസുരവധം അദ്ദേഹം 53 അതിഥ്യബാല്യം ജഗദാംപദേത്വം ഉപേത്യ ഭഗവണ്ടഭയോ മനോജ ഉപേക്ഷവത്സാവനമുത്സവേന പ്രാവർത്തത ഗോഗണപാലനായ. അതിഥ്യബാല്യം ജഗദാംപദേത്വം ഉപേത്യ ഭഗവണ്ടഭയോ മനോജ ഉപേക്ഷവത്സാവനമുത്സവേന പ്രാവർത്തത ഗോഗണപാലനായ. ആദിത്യബാല്യം ജഗദാംപദേത്വം ഉപേത്യ ഭഗവണ്ടവയോ മനോജ ഉപേക്ഷവത്സാവനമുത്സവേന പ്രാവർത്തത ഗോഗണപാലനായ. ആദിത്യബാല്യം ജഗദാംപദേത്വം ഉപേത്യ ഭഗവണ്ടവയോ മനോജം ഉപേക്ഷവത്സാവനമുത്സവേന പ്രാവർത്തത ഗോഗണപാലനായ. പ്രാവർത്തത ഗോഗണപാലനായ. ആദിത്യബാല്യം ജഗദാംപദേത്വം ഉപേത്യ ഭഗവണ്ടവയോ മനോജം ഉപേക്ഷവത്സാവനമുത്സവേന പ്രാവർത്തത ഗോഗണപാലനായ. വായിച്ചാട്ട്. ഹരേ കൃഷ്ണ മാതാജി. ആദിത്യബാല്യം ജഗദാംപദേത്വം ഉപേത്യ പൗഗണ്ഡവയോ മനോജ്ഞം ഉപേക്ഷ്യ വത്സാവനമുത്സവേന പ്രാവർത്തത ഗോഗണപാലനായ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ആദിത്യബാല്യം ജഗദാംപദേത്വം ഉപേത്യ പൗഗണ്ഡവയോ മനോജ്ഞം ഉപേക്ഷ്യ വത്സാവനമുത്സേവനെ പ്രാവർത്തത ഗോഗണ പാലനായ. ഉപേക്ഷ്യ വത്സാവനമുത്സവേന പ്രാവർത്തിത ഗോഗണപാലനായ. വാസുദേവായ. ആദിത്യബാല്യം ജഗദാംപദേത്വാ ഉപേത്യ പാണ്ഡവായോ മനോജ്ഞം ഉപേക്ഷ്യ വത്സവനമുത്സവേന പാർത്ഥദാദാ ഗോഗണപാലനായ. അടുത്ത ആൾ വായിച്ചോളൂ. മാതാജി. ആദിത്യബാല്യം ജഗദാംപദേത്വാം ഉപേത്യ ആദിത്യബാല്യം ശരിക്കും പറഞ്ഞു തന്നെ പഠിക്കണേ. ആദിത്യബാല്യം ജഗദാംപദേത്വാം ഉപേദ്യ പൗഗണ്ഡവയോ മനോജ്ഞം ഉപേക്ഷ്യ വത്സാവനമുത്സവേന പ്രാവർത്തത ഗോഗണപാലനായ. ഹരേ കൃഷ്ണ മാതാജി. ഇനി ഒരു പ്രവചി വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ആദിത്യബാല്യ ജഗദാംപദേത്വാം ഉപേത്യ പൗഗണ്ഡവയോ മനോജ്ഞം ഉപേക്ഷ വത്സാവനമുത്സവേന പ്രാവർത്തത ഗോഗണപാലനായാം. ഹരേ കൃഷ്ണ. വല്ല ജോലിയിലായിരുന്നോ? ജോലിയാ മാതാജി. മാതാജി ഇനി വന്നോ? നാട്ടിൽ വന്നോ മാതാജി? നാട്ടിലിരുന്ന കണ്ടില്ല, ഇതിനകത്ത് ലൈനിലുണ്ട്, ഇത് കയറിയിട്ടുണ്ട്. അത് ശരി. ഞാൻ വിചാരിച്ച ജയ്പൂരിൽ തന്നെയാണല്ലേ. അല്ല, പ്രഭുജി അവിടെ ഇട്ടിട്ട് മാതാജി ഇവിടെ എത്തിയല്ലേ? പ്രഭുജി സൺഡേ എത്തു. ഓക്കെ, അതുവരെയുള്ള പ്രശ്നമേ ഉള്ളു പ്രഭുജി. പോട്ടെ, സാരമില്ല കേട്ടോ. അന്നേരം ആദിത്യബാല്യം ജഗദാംപദേത്വം ഉപേത്യ ഭഗവണ്ടഭയോ മനോജ ഉപേക്ഷ വത്സാവനമുത്സവേന പ്രാവർത്തത ഗോഗണപാലനായ.
അതിലെ എന്താ ഭഗവാനെ ഇതുവരെ ആരെ മേയിച്ചോണ്ട് പശുക്കളെ പശുക്കുട്ടികളെ അല്ലേ മേയിച്ചോണ്ടിരുന്നത്, വത്സങ്ങളെ അല്ലേ മേയിച്ചോണ്ടിരുന്നത്. അതിനെ പൗഗണ്ഡവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു 5 വയസ്സ് വരെ കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ഇനി ഞാൻ പശുക്കുട്ടികളെ മേയ്ക്കുന്ന പ്രശ്നേ ഇല്ല. ഭഗവാൻ തന്നെ ഒരു ദിവസം യശോദാമ്മയോട് വന്ന് പറയുക, ഞാൻ ഇനി പശുക്കുട്ടികളെ മേയ്ക്കുന്ന പ്രശ്നേ ഇല്ല, ഞാൻ ഇനി വലിയ പശുവിനെ കൊണ്ടുപോകും. അങ്ങനെ യശോദാമ്മയ്ക്ക് അങ്ങ് പേടി, അയ്യോ എന്റെ കുഞ്ഞല്ലേ, ബാലനല്ലേ, എന്തോ ഒരു രീതിയിലല്ലേ യശോദാമ്മ വളർത്തുന്നത്. നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ എത്ര വലുതായി കഴിഞ്ഞു കഴിഞ്ഞാലും വെളിയിൽ പോകുമ്പോൾ അവിടെ മോനെ നീ കാർ നോക്കിക്കോണേ, അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ സൂക്ഷിച്ചോണേ, നമ്മുടെ ആ ഒരു ഉപദേശം നമ്മളിങ്ങനെ കൊടുത്തോണ്ടേ ഇരിക്കുക. അവർക്ക് അതൊക്കെ അരോചകമായിട്ട് തോന്നും. പക്ഷെ എന്നാലും നമ്മൾ അത് മാറ്റാൻ പറ്റില്ല. എന്താ, അമ്മയാണ് അല്ലെ എന്ന് പറയുന്നതുകൊണ്ട് ഇവിടെ യശോദ അങ്ങനെ തന്നെയാ ചെയ്യുന്നത്. എന്താ, അയ്യോ എന്റെ മോനാവുന്നുണ്ടെങ്കിൽ ഭയങ്കര കുഞ്ഞാ, ഈ പശുക്കുട്ടികളെ തന്നെ മേച്ചോട്ട് പോയാൽ മതി, വലിയ പശുവിനെ ഒരു മേയ്ക്കത്തക്ക സമയമൊന്നും ആയിട്ടില്ല, അതുകൊണ്ട് എന്റെ മോനാവുന്നുണ്ടെങ്കിൽ പശുക്കുട്ടികളെ മാത്രം മേയിച്ചുകൊണ്ടിരുന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അമ്മ അങ്ങ് തറ തട്ടേ നിൽക്കുക. അന്നേരം ഗോശാലയില് ഗേറ്റ് തുറന്നിട്ട് പശുക്കളെ എല്ലാം അഴിച്ചു പോകാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പശു ഒരെണ്ണം വെളി വരുന്നില്ല. എന്തുകൊണ്ടാ? അവർക്ക് ആരാ വേണ്ടുന്നത്? കൃഷ്ണനാണ് വേണ്ടുന്നത്. അവരെ കൊണ്ടുപോകുന്നത് കൃഷ്ണൻ വേണം. അതിനു വേണ്ടിയിട്ട് ഈ പശുക്കളെല്ലാം ഒരെണ്ണം വെളി വരുന്നില്ല. അതിനെ എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു, ഇത് കൃഷ്ണന്റെ തന്നെ ഒരു കാര്യമാണ്, ലീല തന്നെയാണ്. എന്നാൽ തന്നെ അന്നേരം എല്ലാവരും പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, 5 വയസ്സായല്ലോ, പിന്നിനി എന്തുവാ, നമുക്ക് സാധാരണ ഗോപന്മാർക്ക് അങ്ങനെ ആ ഒരു പ്രായത്തിൽ തന്നെ പശുവിനെ മേയ്ക്കാൻ കൊടുക്കും. അന്നേരം ഇത് യശോദാമ്മയുടെ ആ ലാഡിലെ ആയതുകൊണ്ട് യശോദാമ്മേനെ സമ്മതിച്ചില്ലെന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് പശുക്കളെ തന്നെ നമുക്ക് മേയ്ക്കാൻ വേണ്ടിയിട്ട് കൃഷ്ണനെ വിടാമെന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് എന്താ, ആദിത്യ ബാലൻ ജഗദാംബദേത്വം, ബാലനെ, കുഞ്ഞു ബാലനല്ലേ. എന്നിട്ടോ ആ സമയം ആരെയാ കൊണ്ടുവന്നിരുന്നത്? അത് ബാലന്റെ അതിൽ നിന്നിട്ട് ആ ഒരു പ്രായം, കുഞ്ഞിന്റെ ആ പ്രായം കഴിഞ്ഞിട്ട് പൗഗണ്ഡവം ആയി. എന്നിട്ട് അന്നേരം ഉപേക്ഷ വത്സാവനം ഉത്സവേനം, ഇനി വർഷങ്ങളെ ഞാൻ മേയ്ക്കാൻ കൊണ്ടുപോകില്ല, പശുക്കുട്ടികളെ മേയ്ക്കണ്ട, പിന്നെ എനിക്ക് എന്താ വേണ്ടത്? പ്രാവർത്തത ഗോഗണ പാലനായം, ഗോക്കളെ, മനസ്സിലായി പറഞ്ഞു, ഗോസമൂഹത്തിന് ഞാൻ കൊണ്ടുപോയിക്കോളാം മേയ്ക്കാൻ വേണ്ടിയിട്ട്, അതുകൊണ്ട് സമ്മതിക്കണമെന്ന് പറയുന്നു. യശോദാമ്മ സമ്മതിക്കാതിരുന്ന സമയത്ത് പശുക്കളെ തന്നെ അതിനുള്ള പരിഹാരം കണ്ടെത്തി എന്നുള്ളതാണ്. അതാണ് വൃന്ദാവനത്തിന് നമുക്കുണ്ടല്ലോ കാർത്തിക മാസത്തിൽ ഗോപാഷ്ടമി, അതിന് ഭയങ്കര ആഘോഷമാണ് എന്നുള്ളത്. അന്നത്തെ ദിവസം ഗോക്കളെ എല്ലാവരും പൂജിച്ചിട്ടാണ് എന്തുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടതെല്ലാം കൊടുത്തു. പിന്നെ അങ്ങനെ ഭയങ്കര ആഘോഷമാണ്. അന്നേരം ഈ ഗോപാഷ്ടമിയുടെ ഇത് വേറൊരു കാര്യമുണ്ട്. അന്നത്തെ ദിവസമാണെന്നുണ്ടെങ്കിൽ എന്താ, ഭഗവാനൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പശുക്കളെയും കൊണ്ടല്ലേ പോകുന്നത്. കൃഷ്ണൻ പശുക്കളെയും കൊണ്ട് പോവുക. പശുക്കളെ കൊണ്ടുപോകുന്ന സമയത്ത് അവിടെ ഗോപികമാർക്ക് സ്ഥാനമില്ല. കൊച്ചുങ്ങളിൽ നിന്ന് കുറച്ച് വളർന്നില്ലേ, അതുകൊണ്ട് ഗോപികമാരെ നമ്മളായി കഴിഞ്ഞാലും കുറച്ച് പെൺപിള്ളേർ വളർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അങ്ങ് കളിക്കാൻ ദൂരെയൊന്നും വിടില്ലല്ലോ എന്ന് പറയുന്നത് പോലെ ഇവർക്കും അതേപോലുള്ള റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഈ രാധയ്ക്ക് എന്താ, ഈ കൃഷ്ണനെ പിരിഞ്ഞ് ഒരു നിമിഷം പോലും രാധയ്ക്ക് ഇരിക്കാൻ പറ്റില്ല. അതിന് എന്ത് ചെയ്യും? ഗോപന്മാരുടെ വേഷം കെട്ടും എന്നുള്ളതാണ്. ഗോപന്മാരുടെ വേഷം കെട്ടിയിട്ട് അന്ന് ഗോപാഷ്ടമിയുടെ ദിവസം രാധയെ നമുക്ക് അമ്പലങ്ങളിലെല്ലാം ആണിന്റെ വേഷം കെട്ടിയിട്ട് പകടിയൊക്കെ വെച്ച് അങ്ങനെ ആ ആണിന്റെ വേഷം കെട്ടിയിട്ട് അന്ന് നമുക്ക് അന്നത്തെ ദിവസം മാത്രമേ രാധയുടെ പാദചരണം നമുക്ക് കാണാൻ പറ്റൂ എന്നുള്ളതാണ്. പാദമില്ലേ, ചരണത്തിന്റെ ദർശനം അന്നത്തെ ദിവസം മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. എന്തോരു തെള്ളാന്നറിയാമോ അമ്പലങ്ങളിലൊക്കെ. അത് ഭയങ്കര ആഘോഷമാ വൃന്ദാവനത്തിലെ ഗോപാഷ്ടമി എന്ന് പറയുന്നത്. എന്താണ്? ഭഗവാനെ പശുക്കുട്ടികളിൽ നിന്നിട്ട് പശുക്കളെ മേയ്ക്കാനുള്ള ആ ഒരു ദൗത്യം ഏറ്റെടുക്കുന്ന ദിവസമാണ് ഈ ഗോപാഷ്ടമിയായിട്ട് അവര് ആഘോഷിക്കുന്നത്. ഉപക്രമസാനുഗുണൈവസേയം മരൽ പുരാധീശ തവ പ്രവർത്തി ഗോത്രാപരിത്രാണ കൃതേവ ദീർണാ തദേവ ദേവാരവദാസ്തദായത്. ഉപക്രമസാനുഗുണൈവസേയം മരൽ പുരാധീശ തവ പ്രവർത്തി ഗോത്രാപരിത്രാണ കൃതേ അവതീർണഃ തദേവ ദേവാരപദാത്തദായത്. ഉപക്രമസാനുഗുണൈവസേയ മരൽ പുരാധീശ തവ പ്രവർത്തി ഗോത്രാപരിത്രാണ കൃതേ അവതീർണഃ തദേവ ദേവാരപദാത്തദായത്. ഉപക്രമസാനുഗുണൈവസേയം മരൽ പുരാധീശ തവ പ്രവർത്തി ഗോത്രാ പരിത്രാണ കൃതേ അവതീർണ തദേവ ദേവാരപദ തഥാ യത്. തദൈവ ദേവാരപദ ഒരുമിച്ച് അങ്ങ് എടുക്കണം. തദൈവ ദേവാരപദ തഥാ യത്.
ഉപക്രമസ്യാനുഗുണൈവ സേയം മരൽ പുരാണീശ തവ പ്രവർത്തി ഗോത്രപരിത്രാണകൃതേ അവതീർണഃ തദേവ ദേവാരപദാ തദായത് തദേവ ദേവാരപദാ തദായത്. ഹരേ കൃഷ്ണ. വായിച്ചോളൂ. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. ഉപക്രമസ്യാനുഗുണൈവ സേയം മരുത്പുരാധീശ തവ പ്രവൃത്തി ഗോത്ര പരിത്രാണകൃതേ അവതീർണ തദൈവ ദേവാരപദാസ്തദായ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഉപക്രമസ്യാനുഗുണൈവ സേയം മരുത്പുരാധീശ തവ പ്രവൃത്തി ഗോത്ര പരിത്രാണകൃതേ അവതീർണഃ തദേവ ദേവ അരഫതാസ്തദായത്. ഹരേ കൃഷ്ണ മാതാജി. ദേവാര ഒരുമിച്ച് അങ്ങെടുക്ക. ദേവാരപദാത്തതായത് ദേവാരപദാത്തതായത്. ആ രണ്ട് എഫ് പോലെ വരുന്ന ആന്ന് വരും. നെക്സ്റ്റ് വേറെ ആരും വായിക്കുന്നുണ്ടോ? വായിച്ചോളൂ. ഉപക്രമസ്യാനുഗുണൈവ സേയം പ്രവൃത്തി ഗോത്രപരിത്രാണകൃതേ അവതീർണ തദേവ ദേവാരപദാസ്തദായത്. ഹരേ കൃഷ്ണ. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഉം. ഉപക്രമസ്യാനുഗുണൈവ സേയം മരുത്പുരാധീശ തവ പ്രവർത്തി ഗോത്ര പരിത്രാണകൃതേ അവതീർണ തദേവ ദേവാരപദാസ്തദായത്. ഹരേ കൃഷ്ണ മാതാജി. ദേവാരപദാത്തതായത് ദേവാരപദാത്തതായത്. ഒരുമിച്ചെടുക്കണേ. ദേവാരപദാസ്തദായത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രവർത്തി ഗോത്രാപരിത്രാണകൃതേവതീർണ സദേവ ദേവാരപദാസ്തദായത്. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. നെക്സ്റ്റ് ഹരേ കൃഷ്ണ മാതാജി. ഉപക്രമസ്യാനുഗുണൈവ സേയം മരുത്പുരാധീശ തവ പ്രവൃത്തി ഗോത്ര പരിത്രാണകൃതേവതീർണ സദേവ ദേവാരപദാസ്തദായത്. ഹരി ഓം. ഹരേ കൃഷ്ണ. ഇനി ആരോ ഒരാളോട് വായിക്കുന്നുണ്ടായിരുന്നു. വായിച്ചോളൂ. ഹരേ കൃഷ്ണ മാതാജി. വായിച്ചു. ഉപക്രമസ്യാനുഗുണൈവ സേയം മരുത്പുരാധീശ തവ പ്രവൃത്തി ഗോത്രപരിത്രാണകൃതേ അവതീർണ തദേവ ദേവാരപദാസ്തദായത്. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഇനി ഒരു പ്രൗഢി വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഉപക്രമസ്യ അനുഗുണം തവ പ്രവൃത്തി ഗോത്ര പരിത്രാണകൃതേ അവതീർണ തദേവ ദേവാരപദാസ്തദായത്. തദേവ ദേവാരപദാത്തതായത്. തദേവ ദേവാരപദാത്തതായത്. അവിടെ സാ വരുന്നുണ്ടെങ്കിൽ അത് സൈലന്റ് പോട്ടെ കേട്ടോ. ഉപക്രമസ്യാനുഗുണൈവ സേയം മരൽ പുരാധീശ തവ പ്രവർത്തി ഗോത്ര പരിത്രാണകൃതേ അവതീർണഃ കൃതേവതീർണഃ തദേവ ദേവാരപദാത്തതായത്. ഒരുമിച്ചെടുക്കണം. അരെ ഇവിടെ എന്താ പറയുന്നത്? ഭഗവാന്റെ ഉപക്രമസാനുഗുണൈവ സേയം മരൽ പുരാധീശ തവ പ്രവർത്തി. അങ്ങയുടെ പ്രവൃത്തി ഏതാണ്? ഗോഗണങ്ങളെ മേയ്ക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് എന്തിനു വേണ്ടിയിട്ട് അവതാരം എടുത്തത് തന്നെ? ഗോത്ര പരിത്രാണ കൃതേ അവതീർണകം. അങ്ങയുടെ അവതാരം തന്നെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഗോത്രങ്ങളെ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഗോഗണങ്ങളെ, പശുക്കളെ പശു സംരക്ഷണം, ഗോ സംരക്ഷണമായിരുന്നല്ലോ അങ്ങയുടെ ആ അവതാര ലക്ഷ്യം തന്നെ. അത് തന്നെ തദേവ ദേവാരപദാത്തതായത്. അതുകൊണ്ട് ഇതിനെ നമുക്ക് വലുതായിട്ടൊന്നും പറയാൻ പറ്റില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാൻ ഈ ഭൂമിയിൽ അവതരിച്ചത് തന്നെ സജ്ജനങ്ങളെ സംരക്ഷിക്കാനും ഗോക്കളെ സംരക്ഷിക്കാനുമാണ്. ഗോമാത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോ മാതാവാണ്. പക്ഷെ ആ മാതാവിനെ നമ്മൾ എന്താ ചെയ്യുന്നത്? വെട്ടി തിന്നുക ഇപ്പം ചെയ്യുന്നത്. പക്ഷെ പാവത്തിന്റെ അങ്ങേ അറ്റ സഹിക്കേണ്ടി വരും. പശുക്കളുടെ രോമം നമുക്ക് എണ്ണാൻ പറ്റും, പക്ഷെ അതിലും കൂടുതലായിരിക്കും നരകവാസം വരുന്നത്. അതുകൊണ്ട് ശ്രദ്ധിച്ചോളിനെ എല്ലാവരും. അന്നേരം ഭഗവാൻ ഈ അവതാര ലക്ഷ്യം തന്നെ എങ്ങനെയാണ്? ഗോരക്ഷ, ഗോ സംരക്ഷണമാണ്. അന്നേരം മത്സ്യത്തിനെ മാറ്റിയിട്ട് ഗോക്കളെ കൊണ്ട് മായ്ക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ഇതൊന്നുമല്ല. ഹേ മരപുരാധീശ, അങ്ങയുടെ അവതാര ലക്ഷ്യം തന്നെ ഗോ സംരക്ഷണം ആണല്ലോ. അതുകൊണ്ട് ഭഗവാനെ എത്രയോ സന്തോഷമായിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങയുടെ ഈ കടമ ചെയ്യുന്നു
എന്തിനു വേണ്ടിയിട്ടാണ്? മാലോകരെ കാണിക്കാൻ വേണ്ടിയിട്ടാ. ഭഗവാൻ ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? ഇല്ല. നമുക്ക് അമ്മയാണ് ആദ്യം പാല് തരുന്നത്, പക്ഷെ നമുക്ക് രണ്ടാമത് പാല് തരുന്ന ആരാണ്? ആരുടെ പാലാണ് നമ്മൾ കുടിക്കുന്നത്? ഗോക്കളുടെയാണ്, പശുക്കളുടെയാണ്. അത് നമ്മുടെ അമ്മയാണ് അല്ലെ? ആ അമ്മയെ വെട്ടി തിന്നുക. പോട്ടെ, സാരമില്ല. പറഞ്ഞു തരാനുള്ളത് ഞങ്ങളുടെയൊക്കെ ഒരു കടമയുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു തരുന്നു. പിന്നെ കേൾക്കോ കേൾക്കാതിരിക്കോ നിങ്ങൾ തന്നെ മുജ്ജന്മ സുഹൃതങ്ങളുടെ അനുസരിച്ച് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. അതേ പറയാൻ പറ്റത്തുള്ളൂ നമുക്ക്. ഇപ്പൊ കഥാഭിരാമേണ സമം വനാന്തേ വനശ്രിയം വീശചരൻ സുഖേന ശ്രീരാമനാംനാസോ സഹസ്യ വാച മോദാദകാലേനുക കാനനം താം കഥാവിരാമേണ സമം വനാന്തേ വനശ്രിയം വീശചരൻ സുഖേന ശ്രീരാമനാംനാസോ സഹസ്യ വാച മോദാദകാലേനുക കാനനം താം കഥാവിരാമേണ സമം വനാന്തേ വനശ്രിയം വീശചരൻ സുഖേന ശ്രീരാമനാംനാസു സഹസ്യ വാചാ മോദാദകാദേനുക കാനനം താം മോദാദകാദേനുക കാനനം താം കഥാവിരാമേണ സമം വനാന്തേ വനശ്രിയം വീശചരൻ സുഖേന ശ്രീരാമനാംനാസോ സഹസ്യ വാചാ മോദാദകാദേനുക കാനനം തം. വായിക്കാൻ പറ്റുമോ? വെച്ചോളൂ. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ മാതാജി. കഥാവിരാമേണ സമം വനാന്തേ വനശ്രിയാം വീക്ഷ്യ ചരൻ സുഹേന ശ്രീരാമനാംനാ സഹസ്യ വാചാ മോദാദകാദേനുക കാനനം ത്വം. ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ. മാതാജി. കഥാവിരാമേണ സമം വനസ്ത്രിയാം വീക്ഷ്യ ചരൻ സുഖേന ശ്രീരാമനാംനാ സഹസ്യ വാച മോദാദകാദേനുക കാനനം താം. ഹരേ കൃഷ്ണ മാതാജി. വായിക്കാത്ത ആരെയൊക്കെ ഉണ്ടെങ്കിൽ വായിച്ചോളൂ കേട്ടോ. കഥാഭിരാമേണ സമം വനാന്തേ വനസ്ത്രീയം വീക്ഷ്യ ചരൻ സുഖേന ശ്രീരാമനാംന സ്വസഖ്യസ്യ വാച മോദാദകാദേനുക കാനനം ത്വം. വെരി ഗുഡ്. വായിക്കാത്തവര് വായിച്ചോളൂ. കഥാഭിരാമേണ സമം വനാന്തേ വനശ്രീയം വീക്ഷ്യ ചരൻ സുഖേന ശ്രീരാമനാംന സ്വസഖ്യസ്യ വാച മോദാദകാദേനുക കാനനം ത്വം. ഹരേ കൃഷ്ണ മാതാജി. സ്വസഹസ്യ എന്ന് പറഞ്ഞാൽ സ്വന്തം കൂട്ടുകാരൻ. സ്വസഹസ്യ വാച മോദാദകാദേനുക കാനനം. എന്താ ചെയ്യേണ്ടതെന്ന് അറിയുമ്പോ നമുക്ക് സംസ്കൃതമായത്, അതും കട്ട സംസ്കൃതമാണ്. നാരായണ ഭട്ടതിരിപ്പാടിനാണെന്നുണ്ടെങ്കിൽ എന്തോ ഒരു പാണ്ഡിത്യമായിരുന്നു എന്നറിയാമോ? അദ്ദേഹത്തിന്റെ പാണ്ഡിത്യം ഒറ്റ ഇതിനകത്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഈ അൻപടി ലോകം എന്താ, നമുക്ക് സംസ്കൃതമല്ലോ അറിയാമോ? ഒന്നും അറിയില്ല. അതുകൊണ്ട് നല്ലോണം ഒന്ന് നാക്ക് പഠിച്ചേരാ, അങ്ങോട്ടും ഇങ്ങോട്ടും ശരിക്ക് തിരിഞ്ഞോളൂ. കഥാവിരാമേണ സമം വനാന്തേ വനശ്രിയം വീശ ചരൻ സുഖേന ശ്രീരാമനാംനാ സോ സഹസ്യ വാച മോദാദകാദേനുക കാനനം തം. ഇനി ഒരു പ്രവചി വായിച്ചോളൂ. ഹരേ കൃഷ്ണ. കഥാഭിരാമേണ സമം വനാന്തേ വനശ്രിയം വീക്ഷ്യ ചരൻ സുഖേന ശ്രീരാമനാംന സ്വസഹസ്യ വാച മോദാദകാദേനുക കാനനം ത്വം. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. നല്ല മൂഡില്ല ഇന്നല്ലേ. സുനിലില്ലേ ഇന്ന്? സുനിലില്ല ഇന്ന്? ഇല്ല മാതാജി. ഇല്ല. വേറെ പ്രവചിമാരും ഇല്ലേ? വായിക്കണമെന്നുണ്ടെങ്കിൽ വായിച്ചോളൂ. ശശികുമാർ പ്രഭു ഉണ്ടായിരുന്നു. ഹരേ കൃഷ്ണ. വായിച്ചോളൂ പ്രഭുജി. കഥാഭിരാമേണ സമം വനാന്തേ വനശ്രീയം വീക്ഷ്യ ചരൻ സുഖേന ശ്രീരാമനാംന സ്വസഖസ്യ വാച മോദാദകാദേനുക കാനനം തം. കഥാഭിരാമേണ സമം വനാന്തേ. എന്നും ഇതേപോലെ കൂട്ടുകാർ ഓടിച്ചിട്ട് രാമനോടൊപ്പം ബലരാമനോടൊപ്പം വനത്തിൽ പോകും. എന്താ പശുക്കളെയും കൊണ്ട് പോകും. പശുക്കളെ കൊണ്ടുപോയി. പക്ഷെ അന്നത്തെ ദിവസം എന്ത് ചെയ്തു? ശ്രീരാമൻ എന്ന് പറയുന്ന ഒരു കൂട്ടുകാരന് വനാശ്രയം വീശ ചരൻ സുഖേന എല്ലാ ദിവസവും വനത്തിൽ പോയിട്ട് പശുക്കളെ മേയ്ക്കാൻ വിടും. എന്നിട്ട് ഇവരും കൂടി ഇങ്ങനെ കളിയും
ആട്ടവും പാട്ടും ചിരിയും കളിയും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാന്റെ ഓരോരോ കാര്യങ്ങൾ എന്നിട്ട് പിന്നെ എന്താ മങ്കിയെ പോലെ കുരങ്ങന്മാരെ പോലെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇത് ചെയ്യുക, ഓരോരോ ചേഷ്ടകളാണെന്നുള്ളതാ. അങ്ങനെ അവരുടെ കളി ചിരിയാട്ട് ഇങ്ങനെ കഴിയുന്ന സമയത്ത് എന്ത് ചെയ്തു? ശ്രീരാമനാമന സ്വസഹസ്യവാച, ഭഗവാന്റെ ഏറ്റവും അടുത്ത ആളാണ് ശ്രീരാമ. എന്നിട്ട് എന്ത് ചെയ്തു? ശ്രീരാമ പറഞ്ഞു, എന്ത് പറഞ്ഞു? നമുക്ക് കണ്ണാ നമുക്ക് ഇന്നൊരു കാര്യം ചെയ്യാം, നമുക്കുണ്ടല്ലോ ധേനുക കാനനം തം, അതുകൊണ്ട് ധേനുകവനത്തിലേക്ക് നമുക്ക് ഇന്ന് പോവാം. അവിടെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇഷ്ടംപോലെ പഴങ്ങൾ നമുക്ക് കിട്ടും തിന്നാൻ കൊണ്ട്. ഇന്ന് നമുക്ക് ധേനുകവനത്തിലേക്ക് പോകാം കണ്ണാന്ന് പറഞ്ഞ് ആര് പറഞ്ഞു? ശ്രീരാമ നാമ്ന സോ സഹസ്യവാച, ശ്രീരാമൻ എന്ന് പറയുന്ന തന്റെ ഏറ്റവും അടുത്ത പ്രിയപ്പെട്ട കൂട്ടുകാരൻ പറഞ്ഞതനുസരിച്ച് ഇന്ന് അവരെങ്ങോട്ടാ പോയിരിക്കുന്നത്? ധേനുകവനത്തിലേക്കാണ് പശുക്കളെ കൊണ്ട് പോയിരിക്കുന്നത്. 1-2 പശു ഒന്നുമല്ല, 9 ലക്ഷം പശു കൃഷ്ണന്റെ നന്ദഗോപർക്ക് തന്നെ ഉണ്ടെന്നുള്ളതാ. അതേപോലെ ഓരോ കുട്ടികൾക്കും അതേപോലെ ഇത്രയില്ലെന്നുണ്ടെങ്കിൽ കുറേശ്ശെ പശുക്കളുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടിയാ പോകുന്ന ഒന്ന് ആലോചിച്ച് നോക്കുപോലെ എന്തൊരു ഇതാ. ഭഗവാനെ കൃഷ്ണ. താള താലി നിവകേ തുദത്ത ബലേന ദൂതേത ബലേന ദോർപ്യ മൃദുഖരച്യാപ പദപുരസ്താത് ഫലോത്കരോധേനുഗദാന ഭൂഭി. ഉത്താലതാലി നിവകേ തുദുക്ത, ഉത്താലതാലി നിവകേ തുദുക്ത ബലേന ദൂതേത ബലേന ദോർപ്യ മൃദുഖരച്യ പദപുരസ്താത് ഫലോത്കരോധേനുഗദാനഭൂഭി. ഉത്താലതാല നിവകേ തുദുക്ത ബലേന ദൂതേത ബലേന ദോർപ്യ മൃദുഹരച്യ പദപുരസ്താത് ഫലോത്കരോധേനുഗദാനഭൂഭി. ഉത്താലതാലി നിവകേ തുദുക്ത ബലേന ദൂതേത ബലേന ദോർപ്യ മൃദുഖരച്യ പദപുരസ്താത് ഫലോത്കരോധേനുഗദാനഭൂഭി. വായിക്കാൻ പറ്റൂ? ഉത്താലതാലി നിവകേ തുദുക്ത ബലേന ദൂതേത ബലേന ദോർപ്യ മൃദുഹരച്യ പദത് പുരസ്താത് ഫലോത്കരോധേനുഗദാനഭൂഭി. ഹരേ കൃഷ്ണ മാതാജി. ദുക്ത്യാ ബാലേന ദൂതോ അധവലേന ദോർപ്യാം മൃദു ഹരചാപ്യ പദൽ പുരസ്താ ഫലത്കരോധേനുഗദാനഭൂഭി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഉത്താലതാലി നിവഹേ തുദുക്ത ബലേന ദൂതേത ബലേന ദോർപ്യാം മൃദുഖരഞ്ജാപ്യ പദപുരസ്താത് ഫലോത്കരോധേനുഗദാനഭൂഭി. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. നെക്സ്റ്റ്. ഭഗവതേ വാസുദേവായ. ഉത്താലതാലി നിവഹേ തുദുക്ത്വാ ബലേന ദൂതേ ബലേന ദോർപ്യ മൃദുഖരച്യാപ്യ പദപുരസ്താത് ഫലോത്കരോധേനുഗദാനഭൂഭി. ഹരേ കൃഷ്ണ. ഒരാളോട് വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഉത്താലതാലി നിവഹേ തുദുക്ത്യാ ബലേന ദൂതേത ബലേന ദോർപ്യ മൃദുഹരച്യാപ്യ പദപുരസ്താത് ഫലോത്കരോധേനുഗദാനഭൂഭി. ഹരേ കൃഷ്ണ. ഉത്താലതാലി നിവകേ തുദുക്ത ബലേന ദൂതേത ബലേന ദോർപ്യ. അവരാ ധേനുകവനത്തിലോട്ട് ചെന്നപ്പോഴത്തേക്കങ്ങ് എന്താ കാണുന്നത്? നല്ല പനമ്പഴം എല്ലാം അങ്ങ് പഴുത്ത് നിൽക്കുക. കൊച്ചുങ്ങളില്ലേ കാട്ടി